കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു. പിന്നെ അതുകൊണ്ടുള്ള പരിപാടികളാണ് മൊത്തം നടക്കുന്നത്. ഒരെണ്ണം മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വിളഞ്ഞ മാങ്ങയായിരുന്നു കേട്ടോ, എന്നാൽ നല്ല പുളിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തേങ്ങ അരച്ചൊരു മീൻകറി വെച്ചിരുന്നു. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നില്ലേ. ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ തേങ്ങ, കുറച്ച് മുളക് പൊടി, ഉള്ളി, മാങ്ങ, കറിവേപ്പില, ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ്. കാരണം നമുക്കിവിടെ കല്ലില്ലല്ലോ, അരയ്ക്കാനുള്ള കല്ലില്ലാത്തതുകൊണ്ട് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. കുട്ടനാട്ടിലെ എല്ലാ വീട്ടിലും മാവുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലും അയൽവക്കത്തുള്ള എല്ലാ വീട്ടിലും മാവുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിലെയൊക്കെ നിറയെ മാങ്ങയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ നിറയെ മാങ്ങ ഉണ്ടാവും. മാങ്ങ കൊണ്ടുള്ള പല ഐറ്റംസ് നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. കണ്ണിമാങ്ങ കൊണ്ട് എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കുന്ന ഒരു തോരനുണ്ട് കേട്ടോ. കണ്ണിമാങ്ങയുടെ ആ ചെറിയ പുളിയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും തേങ്ങയൊക്കെ ചേർത്തിട്ട് ഭയങ്കര ടേസ്റ്റാണത്. ഈ കൊഴിഞ്ഞ് വീഴുന്ന കണ്ണിമാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ആ ഒരു കറി ഉണ്ടാക്കുന്നത്.